ഓപ്പോയുടെ ഓപ്പോ A16 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ A16 എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ A16 എന്ന ഫോണിൽ 6.52 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ ഒന്നും കൊടുത്തിട്ടില്ല, HD റെസൊല്യൂഷനുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഏകദേശം 88.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 480 നിറ്റ്സ് ആണ്. ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിന്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഈ ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 190 ഗ്രാം ആണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.4 mm ആണ്. പിന്നെ ഫോണിന്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിൽ വരുന്ന ക്യാമറ മോഡ്യൂളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിന്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്തോനേഷ്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പേൾ ബ്ലൂ, സ്പേസ് സിൽവർ, പിന്നെ ക്രിസ്റ്റൽ ബ്ലാക്ക്. പ്രോസസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ G35 എന്നുള്ള പ്രോസസറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് മികച്ചൊരു പ്രോസസർ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഒരു ഓഫ്ലൈൻ പ്രോസസറാണ് ഈ ഒരു പ്രോസസർ. പിന്നെ ഈ ഫോണിൽ 3 GB റാം വരുന്നുണ്ട്, 32 GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. LPDDR4Xന്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിൽ eMMC 5.1 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള കളർവോയ്സ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 13 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ തന്നെ 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മോണോക്രോം ലെൻസും ഈ ഫോണിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഫോണിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിന്റെ ചാർജിംഗ് സ്പീഡുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ Type-C ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോൺ ഇന്തോനേഷ്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 10,300 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഫോൺ ഇപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ പിന്നീട് ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഓപ്പോ A15 എന്ന ഫോണിന്റെ സക്സസർ ആയിട്ടാണ് ഓപ്പോ A16 എന്ന ഈ ഒരു ഫോൺ വരുന്നത്. ഇപ്പോൾ ഓപ്പോ A15 എന്ന ഫോണിന്റെ ഇന്ത്യയിലെ വില വരുന്നത് 10,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. അപ്പോൾ ഓപ്പോ A16 എന്ന ഫോണും ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെ വരാനാണ് സാധ്യത. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും ഇപ്പം വന്നിട്ടില്ല. പിന്നെ ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഈ ഒരു ഫോൺ ചില മാർക്കറ്റുകളിൽ ഓപ്പോ A37 എന്ന പേരിൽ ലോഞ്ച് ചെയ്യുമെന്നാണ്. എന്നാലും നമ്മൾ ഓപ്പോ A16 എന്ന ഫോണിനെ പറ്റിയിട്ട് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു 10,000-10,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. തരക്കേടില്ലാത്ത ഒരു ഓഫ്ലൈൻ ഫോണായിട്ട് ഈ ഒരു ഫോൺ ചിലപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.